ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. നല്ല സൂപ്പർ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കേ. അതിനു വേണ്ടി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വയ്ക്കുക. ഗ്യാസ് കത്തിച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. ഞാനൊരു 3 സ്പൂണ് നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി കുറയ്ക്കണമെങ്കിൽ കുറച്ച് കുറയ്ക്കുക. ഞാൻ 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ലോണം ചൂടായി വന്നിട്ട് അതിലേക്ക് കാറാമ്പൂ ഇടുക, കുറച്ച് കാറാമ്പൂ ഇടുക. പിന്നെ കുറച്ച് പട്ട, കാറാമ്പട്ട, പിന്നെ ഒരു 4-5 ഏലക്കായ്. കാറാമ്പൂ, കാറാമ്പട്ട, ഏലക്കായ, ഇത് 3 കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളി ഇടാം. ഞാനൊരു വലിയ ഉള്ളി നല്ലോണം കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റണേ. ആ വലിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം വഴറ്റുക എന്ന് പറഞ്ഞാൽ അത് നല്ലോണം ഇങ്ങനെ ഗോൾഡൻ കളറൊന്നും ആവണ്ട. നല്ലോണം ഒന്ന് ഉപ്പുമാവിനൊക്കെ ആക്കും പോലെ നല്ലോണം വഴറ്റാൽ മതി. ഗോൾഡൻ കളർ ആയാൽ അത് ടേസ്റ്റ് വ്യത്യാസപ്പെടുക. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം വഴറ്റി വരണേ. നല്ലോണം വഴറ്റിയിട്ട് പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടാവും. അതിന് നിങ്ങൾ അതിലേക്ക് നോക്കണേ. ബിരിയാണി ഉണ്ടാക്കുന്നതിലേക്ക് നോക്കി എന്നാലേ മനസ്സിലാവും. ഞാൻ ചിലപ്പോൾ വരുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ പറഞ്ഞു പോകും. എന്നപ്പോൾ നല്ലോണം വഴറ്റി കൊടുത്തിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തത്. 1 കിലോ ചിക്കൻ്റെ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം അരിയാണ് എടുത്തത്. അതിന് 1.25 പാത്രം വെള്ളമാണ് വെക്കുന്നത്. ഏത് പാത്രത്തിനാണോ അരി എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ 1.25 പാത്രം വെള്ളം എടുക്കുക. 1.25 പാത്രം വെള്ളം എടുത്തിട്ട് അതിൽ ഒഴിച്ചിട്ട് നല്ലോണം അത് തിളയ്ക്കണേ. 1.25 പാത്രം വെള്ളം എടുത്ത് എന്നിട്ട് നല്ലോണം തിളപ്പിക്കത്. പിന്നെ ഞാൻ നേരത്തെ തന്നെ പിഴിഞ്ഞ് വെച്ച ഒരു ചെറുനാരങ്ങ കണ്ടിരുന്നു. അതിൻ്റെ പകുതി അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് ലേശം മുന്നിട്ട് നിൽക്കണം. ആ വെള്ളത്തിൽ ഉപ്പ് ലേശം മുന്നിട്ട് നിന്നാലേ നമുക്ക് ചോറിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ലേശം ഉപ്പ് വേണമെങ്കിൽ ഞാൻ നേരത്തെ ഇട്ടതിന് പാകമായിരുന്നു. അന്നപ്പോൾ ഞാൻ പിന്നെ ഇട്ടിട്ടില്ല. അന്നപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി അതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗ്യാസ് അടച്ച് വയ്ക്കാൻ. അതിന് മുന്നേ തന്നെ ഞാൻ 20 മിനിറ്റ് അരി നല്ലോണം പുതർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുതർത്തി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് വെള്ളമൊക്കെ പോയതിൻ്റെ ശേഷമാണ് അത് അതിലേക്ക് ഇട്ടത്. അപ്പം അത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് കുക്കർ അടച്ച് വയ്ക്കുക. എന്നിട്ട് ഒരൊറ്റ വിസിൽ മതി കേട്ടോ. ഒരൊറ്റ വിസിലടിക്കുന്നത് വരെ പോയി കാത്തു നിൽക്കാം. ഒരൊറ്റ വിസിലടിക്കുന്നവരെ കാത്തു നിൽക്കുക. അപ്പോഴേക്കുമ്പക്ക് ഒരു മിക്സീൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനത് കണക്കൊന്നും പറയുന്നില്ല. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഞാൻ തോല് പോക്കിയിട്ടില്ല, നല്ലോണം കഴുകിയെടുത്തതാണ്. പിന്നെ ഒരു കുറച്ച് കുരുമുളകും, കുറച്ച് മതിയേ, ഒരു 1/4 സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ചതച്ചെടുക്കണം. അരഞ്ഞു പോയരുത്, ചതച്ചിട്ട് എടുത്ത് കൊണ്ടുവരിക. അപ്പോഴേക്കുമ്പോൾ ബിരിയാണി ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് അതെടുത്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ദം ബിരിയാണി അല്ലേ, ദമ്മിടാനുള്ള പാത്രം എടുത്ത് വെക്കുക. ബിരിയാണി പോട്ടാണ് അതെടുത്ത് വെച്ചിട്ട് അത് നല്ലോണം ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് വേണ്ട എന്താ വെച്ചാൽ എടുക്കുക. ഞാനെടുത്തത് തവിടെണ്ണയാണേ. തവിടെണ്ണയിലേക്ക് കുറച്ച് വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുക്കുക. 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 3 വലിയ ഉള്ളിയും കൂടെ നല്ലോണം അരിഞ്ഞ് വെച്ചത്, നല്ലോണം ചെറുതാക്കി തന്നെ ഞാൻ അരിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നീളത്തിന് അരിഞ്ഞതല്ല. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പാകത്തിനല്ല, ഞാൻ ചിക്കൻ ഉള്ളതുകൊണ്ട് കുറച്ച് തോന ഇട്ടിട്ടുണ്ട്. അപ്പം അത് നല്ലോണം വഴറ്റുക. കുറച്ച് തോന ഉപ്പിട്ട് കൊടുത്താൽ വേഗം അതങ്ങോട്ട് വഴറ്റി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ
കുറച്ച് തോനെ തന്നെ ചിക്കൻ ഏതായാലും അതിൽ ഇടാനുള്ളതാണല്ലോ, അതിനെക്കൊണ്ട് കുറച്ച് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം. തക്കാളി അതേപോലെ തന്നെ നല്ലോണം ആവണേ, തക്കാളി നല്ലോണം ആവണം. തക്കാളി നല്ലോണം ആയതിൻ്റെ ശേഷമാണ് നമുക്ക് ഇനിയുള്ള അടുത്ത സാധനങ്ങൾ ഇടേണ്ടത്. തക്കാളി നല്ലോണം ആവട്ടെ. തക്കാളി ഇട്ടതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് ഇതെല്ലാം ചതച്ച് വെച്ചത് ഇട്ടിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്നും കൂടെ ഇളക്കിയിട്ട് പിന്നെ നമ്മൾ മസാലയാണ് എടുത്തത്. മഞ്ഞൾപ്പൊടി ഞാൻ 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്, മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, 1.5 സ്പൂണ് പെരിഞ്ചീരകപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 or 2 എടുക്കുക, പക്ഷേ ഞാൻ 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. പെരിഞ്ചീരകം കൂടുതൽ ഇട്ടാലാണ് നമ്മളെ ബിരിയാണി നല്ലോണം നന്നാവുക. പിന്നെ 1 സ്പൂണ് ഗരം മസാല ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്നും കൂടെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറണം. ഒന്നും കൂടെ പറയാം, 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1.5 സ്പൂണ് പെരിഞ്ചീരകം. അതെല്ലാം കൂടെ കൂടി നല്ലോണം ഒന്നും കൂടെ ഇളക്കിയിട്ട് നല്ലോണം അതിൻ്റെ എല്ലാത്തിൻ്റെ പച്ചമണം മാറണം. ഇത് എത്രത്തോളം നമ്മൾ വഴറ്റുന്നോ അത്രത്തോളം ബിരിയാണിക്ക് ടേസ്റ്റും ഉണ്ടാവും. അപ്പം കുറച്ച് സമയം എടുത്ത് തന്നെ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കണം. വേഗം എളുപ്പത്തിലൊന്നും ബിരിയാണി ഉണ്ടാക്കി കഴിയൂല. പിന്നെ അതിലേക്ക് മല്ലിയില, പുതിനയില, കറിവേപ്പില ഇത് 3 കൂടെ ഞാൻ ഒരുമിച്ച് അരിഞ്ഞ് വെച്ചതായിരുന്നു. അതും നല്ലോണം അതിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം. അതും കാണരുത്, കാണാതെ നല്ലോണം ഇളക്കി കൊടുക്കണേ. അല്ലാതെ മല്ലിയില ഇട്ടിട്ട് വേഗം ഇറക്കി വെക്കുക അങ്ങനെയൊന്നും ചെയ്യരുത്. വേഗം നല്ലോണം അതിലേക്ക് കാണാത്തതിലെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇളക്കണം. അതിന് ശേഷം നമ്മൾ നേരത്തെ ചോറിലേക്ക് ഒഴിച്ച് കൊടുത്ത ചെറുനാരങ്ങൻ്റെ ഇത് ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതും കൂടെ നല്ലോണം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഇളക്കണേ. ഒന്നിച്ച് പിഴിഞ്ഞ് വെച്ചതാണ് ഞാൻ ചോറിനും ഇതിലേക്കും കൂടെ ഒന്നിച്ച് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചായിരുന്നു. അത് പകുതി ഞാൻ ചോറിലേക്ക് ഒഴിച്ച് പകുതി ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഒഴിച്ചതിൻ്റെ ശേഷം ഒന്നും കൂടെ നല്ലോണം ഇളക്കുക. നല്ലോണം ഇളക്കി കൊടുക്കണേ. എളുപ്പത്തിലുണ്ടാക്കുക ബിരിയാണി, പേടിക്കാനൊന്നുമില്ല, വേഗം ഉണ്ടാക്കാം. പിന്നെ ഞാൻ തൈരാണ്, അത് ഒരു പുളിക്ക് അനുസരിച്ച് എടുക്കണം. ഇത് ഞാൻ പുളിയില്ലാത്ത തൈര് കുഞ്ഞാറ്റയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തോനെ ഒഴിച്ചത്. പുളി ഉള്ളതാണെങ്കിൽ 1 സ്പൂണ് മതിയേ. പുളി ഇല്ലാത്തതായതുകൊണ്ടാണ് ഞാൻ അത്രയും ഒഴിച്ചത്. 1 സ്പൂണ് മതിയുമ്പോൾ ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചതാണ്, അപ്പോൾ അധികം പുളിയായി പോവണ്ടേ. എന്നതിന് ശേഷമാണ് ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കണേ. ചിക്കൻ അതിലിട്ടിട്ട് ഒന്നും കൂടെ നല്ലോണം ഇളക്കി കൊടുക്കുക. അന്നപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കാം, ഇനി പുളി വേണമെങ്കിൽ തൈര് ഒഴിച്ച് കൊടുക്കുക, എല്ലാം ചെയ്യുക കേട്ടോ. അതപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇട്ടപ്പോൾ ചിക്കൻ അതിലേക്ക് ഇട്ടപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നല്ലോണം അമർത്തി വെക്കുക. ചിക്കൻ ശരിക്കും വേവിക്കുന്നില്ല, അതിനോടൊണ്ടാണ് നല്ലോണം അമർത്തി വെക്കുന്നത്. ഞാൻ ഗ്യാസ് ഓഫാക്കി വെച്ചതാണ്, ഓണാക്കിയിട്ടില്ല. ചിക്കൻ എത്രത്തോളം വെക്കുക അത് നല്ലോണം അമർത്തി വെക്കാൻ പറ്റുമെങ്കിൽ അമർത്തി വെക്കുക. അതൊന്ന് ഗ്യാസ് ഓണാക്കിയിട്ട് അപ്പം തന്നെ നല്ലോണം അമർത്തണേ. എത്രത്തോളം അമർത്തിയാലേ ഉള്ളൂ ചിക്കൻ അടിയിൽ കിടന്നിട്ട് വേവുള്ളൂ. ചിക്കൻ ഇപ്പോഴാണ് ഞാൻ കത്തിച്ചിട്ട് നേരത്തെ തുറന്ന് വെച്ച ചോറുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചോറൊക്കെ നല്ലോണം വെന്തുണ്ട് കേട്ടോ. ആ ചോറ് നല്ലോണം അതിലേക്ക് ഇട്ടിട്ട് അതും അങ്ങനെ തന്നെ നല്ലോണം അമർത്തി കൊടുക്കണം. ഇതിനാണ് ദം ബിരിയാണി എന്ന് പറയാം. ഇത് കോഴിക്കോടൻ ദം ബിരിയാണി കേട്ടോ. കോഴിക്കോട് ഇങ്ങനെയാണ് ഉണ്ടാക്കുക ദം ബിരിയാണി. അത് നല്ലോണം അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചിക്കൻ അമർത്തിയോണ്ട് തന്നെ ഈ റൈസും നല്ലോണം തന്നെ അമർത്തി വെക്കണം.
എന്നാലേ ഉള്ളൂ ആ ചിക്കൻ വേവുള്ളൂ. നമ്മൾ ചോറ് വേവിച്ചതാണ്, പക്ഷേ ചിക്കൻ വെന്തിട്ടില്ല. അതാണ് അമർത്തി വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഉള്ളി നല്ലോണം അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഗോൾഡൻ കളറാക്കി എടുത്തതും പിന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വലിയ ഉള്ളി നല്ലോണം അരിഞ്ഞിട്ട് ഗോൾഡൻ കളറാക്കിയിട്ട് വറുത്തെടുത്തിട്ട് അത് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചോറിടുക, പിന്നെ അത് ഇടുക, അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയും കൂടെ പിന്നെയും അങ്ങനെ ഇട്ടിട്ട് വെച്ചാൽ മതി. നല്ലോണം അമർത്തി വെച്ചിട്ട് ഞാനൊരു സ്പൂണും കൂടെ നെയ്യ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അടച്ച് വെക്കണേ. നല്ലോണം അടച്ച് വെച്ചിട്ട് ആണ് ഞാൻ ഗ്യാസ് ഓണാക്കിയത്. ആ ഗ്യാസ് ഓണാക്കിയതിന് ശേഷം നമുക്ക് 20 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. 20 മിനിറ്റ് വെച്ചിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തുറന്നത്. 20 മിനിറ്റ് ഗ്യാസ് കത്തിച്ച് എന്നിട്ടത് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് അരമണിക്കൂർ അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ നല്ല ആയിട്ടുണ്ട്, നല്ല തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല ഭംഗി തന്നെ ഉണ്ട്. കണ്ടോ? അതൊക്കെ ഞാൻ അതിൻ്റെ റൈസ് മുകളിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് കോരിയിട്ട് ഞാനും ഇത് കുറേ സമയം എടുത്തിട്ട് അത് വീഡിയോ എടുത്തതും ബിരിയാണി ഉണ്ടാക്കിയതും എളുപ്പത്തിലൊന്നല്ലേ, അതുകൊണ്ടാണ് കുറച്ച് സമയം പോകുന്നത്. പിന്നെ ഇവിടെ ചിക്കനൊക്കെ കണ്ടോ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലോണം അമർത്തി വെച്ചതുകൊണ്ട് ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, വീഡിയോയ്ക്ക് വേണ്ടി എടുത്തിട്ടാണോ എന്നറിയില്ല, ഈ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ചിക്കനും അതേപോലെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ നമ്മൾ ബിരിയാണി. പക്ഷേ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മുന്നോട്ടെടുത്തത്. പക്ഷേ ബിരിയാണി ശരിക്കുമായി ഇത്രയേ ഉള്ളൂ സമയം എടുത്തിട്ടുള്ളത്. ഇത്രയും പാത്രത്തിൽ ഇട്ടതിൻ്റെ ശേഷം കണ്ടോ ബിരിയാണി നല്ല ഭംഗിയായി തന്നെ അല്ലേ ബിരിയാണി, നല്ല കളറുണ്ട്, ചോറൊന്നും നല്ലോണം വെന്ത് പോയിട്ടില്ല. ഇന്നത്തെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ബിരിയാണി ആയിരുന്നു, അതിൻ്റെ കൂടെ തൈരും പപ്പടവും ഉണ്ടായിരുന്നു. കണ്ടോ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.